പ്രൈസ് ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്നേഹവാനായ സ്വർഗീയ പിതാവ്, കൃപയും കരുണയും മനസ്സലിവും ദയുള്ള ദൈവം തൻ്റെ സമാധാനവും സന്തോഷവും പ്രത്യാശയും ജീവന്റെ സമൃദ്ധിയും വിശുദ്ധിയും സ്നേഹവും ഒക്കെ ഓരോ ദിവസവും ധാരാളമായി നമ്മുടെ മേൽ പകരുന്ന ദൈവം തൻ്റെ കൃപയാൽ നമുക്കൊരു പുതിയ ദിവസം കൂടി ദാനമായി നൽകി. അങ്ങനെയെങ്കിൽ ഈ പുതിയ ദിവസം ദൈവത്തോട് ചേർന്ന് നടപ്പാൻ, ദൈവം മഹത്വം ദർശിപ്പാൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലൂടെ ചിന്തിപ്പാൻ, അതിനത്തോളം ജീവിതത്തെ ക്രമപ്പെടുത്തുവാനൊക്കെ ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഓരോ ദിവസവും വിവിധമായിട്ടുള്ള അവസ്ഥകളിൽ കൂടി സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ ആ സാഹചര്യങ്ങളൊക്കെ ജയിക്കുവാനായിട്ട് സഹായിക്കുന്നത്. ദൈവത്തിന് എങ്ങനെ പറയുന്നു, ഒരു ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. അതുകൊണ്ട് പറയുന്നത് നാളെക്കുറിച്ച് വിചാരപ്പെടരുത്, നാളത്തെ ദിവസം അതിനായി വിചാരപ്പെട്ടുകൊള്ളുമല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഭാരങ്ങളോ ആകുലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ദൈവകരങ്ങളിൽ കൊടുക്കാം. കാരണം ദൈവം സകലത്തിനും മതിയായവനാണ്. ദൈവം സകലത്തിനും മതിയായവനാണ് എന്ന് നാം തിരിച്ചറിയുന്നത് നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണുമ്പോഴാണ്. കാരണം ദൈവവചനം ഇങ്ങനെ പറയുന്ന, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അതുകൊണ്ട് നമ്മെ അതിശയം ഭയങ്കരമായി സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് ജീവശ്വാസം നൽകിയ, നമുക്കൊരു നിത്യഭവനം ഒരുക്കി നമ്മെ ചേർപ്പാൻ വരുന്ന ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആകുലങ്ങളും കൊടുക്കാം. കാരണം കർത്താവ് സകലത്തിനും മതിയായവനാണ്. അതുകൊണ്ട് ദൈവവചനം പറയുന്നത്, നിങ്ങളുടെ ആകുലങ്ങൾ, ഭാരങ്ങൾ, നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ എല്ലാം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക. കാരണം ആ പ്രശ്നങ്ങളുടെ ഒക്കെ നടുവിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവമുഖം അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. കാരണം നമ്മളുടെ രൂപാന്തരപ്പെടാത്ത മനസ്സുകൊണ്ടല്ല നമ്മൾ കാര്യങ്ങളെ കാണേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ദൈവവചനത്തിനൊത്തവണ്ണമാണ് നമ്മൾ കാര്യങ്ങളെ ഗ്രഹിക്കേണ്ടത്. അത് നമ്മെ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും വഴി നടത്തും. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം, അതിൻ്റെ 22-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നത്, ജ്ഞാനികളുടെ വചനങ്ങളെ ചെവി ചായ്ച്ച് കേൾക്കുക. ഒരു ജ്ഞാനിയുടെ വചനങ്ങളെ ചെവി ചായ്ച്ച് കേൾക്കാൻ പറഞ്ഞതിന് അർത്ഥം, ഇന്ന് നമ്മൾ കേൾക്കുന്ന ഏറിയ പങ്കും വചനങ്ങൾ ദൈവത്തിൻ്റെ വചനമാണെന്ന് തോന്നുമെങ്കിലും അത് പലതും അതിൽ മനുഷ്യൻ്റെ പലവിധമായിട്ടുള്ള ആശയങ്ങൾ കൂട്ടിക്കലർത്തിയിട്ടാണ് അത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം എഴുതപ്പെട്ട അതേ ആത്മാവിൽ ഗ്രഹിക്കുമ്പോഴാണ് ആ വചനം ഒരു വ്യക്തിയെ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നതിനായി പണിതെടുക്കുന്നത്. അങ്ങനെ പണിതെടുക്കണമെങ്കിൽ ഒരു വ്യക്തി ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കണം. അതുകൊണ്ട് ദൈവവചനം പറഞ്ഞത്, ജ്ഞാനിയോട് കൂടെ നടക്കുക, നീയും ജ്ഞാനിയായി തീരും. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന വ്യക്തികൾക്കാണ് ദൈവത്തിൻ്റെ വചനത്തെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ വചനത്തെ വെളിപ്പെടുത്തി കൊടുക്കണമെങ്കിൽ ആദ്യം ആ വചനം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണം. വചനം കേട്ട് അനുസരിക്കണം. വചനം നമ്മുടെ ജീവിതത്തിൽ ജീവനായി മാംസം ധരിച്ച് ക്രിസ്തു വെളിപ്പെടുന്ന ഒരു അളവിലേക്ക് ആദ്യം നമ്മളാണ് വചനത്തെ അനുസരിക്കേണ്ടത്. അതുകൊണ്ട് ദൈവവചനം പറയുന്നത്, അധ്വാനിക്കുന്ന കൃഷിക്കാരനാണ് ആദ്യ ഫലം അനുഭവിക്കേണ്ടത്. അപ്പോൾ ആദ്യം വചനം നമ്മൾ കേട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം വചനം നമ്മളെ കേൾപ്പിക്കുന്നത്, അല്ലെങ്കിൽ വായിക്കുവാനായിട്ട് അനുവദിക്കുന്നത്. വിവിധ സാഹചര്യങ്ങളിൽ കൂടി വചനം നമ്മൾ കേൾപ്പിക്കുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് വചനം നമ്മളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മൾ മറിഞ്ഞു കിടക്കുന്ന ആദാമി പാപപ്രകൃതങ്ങളെ നീക്കിക്കളയുവാൻ, പുത്രൻ്റെ സ്വരൂപത്തോട് നാം അനുരൂപമാകുവാൻ, വചനം നമ്മളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്ത് നമ്മളുടെ ഭവനത്തിൽ അത് വെളിച്ചമായി തീരുവാൻ, നിത്യരാജ്യത്തിൻ്റെ പ്രകാശനത്തിൽ ജീവിക്കുവാനായിട്ട്. എന്നാൽ ഇത്തരത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ജീവനായ വചനം അത് നമ്മളിൽ മാംസം ധരിച്ച് നമ്മളിൽ ക്രിസ്തു ഉരുവായി നമ്മളിൽ കൂടി, നമ്മുടെ വാക്കുകളിൽ കൂടി, നമ്മുടെ പ്രവൃത്തിയിൽ കൂടി, സംസാരത്തിലും ഇടപെടലിൽ കൂടി യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരളവിലേക്ക് ദൈവം നമ്മെ ഒരുക്കിയെടുക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്ന ഇരുട്ടിൽ നടക്കത്തില്ല, അവരും ലോകത്തിൻ്റെ വെളിച്ചമാകും. നോക്കൂ, അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി, ദൈവവചനത്തിൻ്റെ അനുസരണമാണ് യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത്. അത്തരത്തിൽ വചനം അനുസരിക്കുന്ന വ്യക്തികൾ അവരും വെളിച്ചമായി തീരുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി ജീവനാൽ നിറയപ്പെട്ട് നയിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവരെയാണ് പുത്രന്മാരെന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മളുടെ ജീവിതത്തിൽ അനുസരണമായ വചനം
അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ, അതുകൊണ്ട് ഇവിടെ പറയുന്നത് ജ്ഞാനിയുടെ വചനങ്ങളെ ചെവി ചായ്ച്ച് കേൾക്കുക. അത്തരത്തിൽ ഉള്ള വചനങ്ങളെ നമ്മൾ ചെവി ചായ്ച്ച് കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും ജീവനായി തീരുവാനായിട്ട് ഇടയായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. നമ്മൾ എന്തിനാ വചനം കേൾക്കുന്നത്? നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണോ, അതോ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലും അങ്ങനെ ആവരുത്. നമ്മൾ ആ വചനം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തണം. അങ്ങനെ നമ്മളിൽ ജീവനായി തീരുന്ന ഓരോ വചനങ്ങളും നമ്മൾ പറയുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ജീവനായി തീർന്നോളും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അത്തരത്തിൽ ആ, വചനം അനുസരിച്ച് നടക്കുന്ന വ്യക്തികൾ. അതുകൊണ്ടാണ് ജ്ഞാനികളുടെ വചനങ്ങളെ ചെവി ചായ്ച്ച് കേൾക്കുക. ഇവിടെ ജ്ഞാനികളുടെ എന്ന് പറയുന്നത്. എന്നാൽ ജ്ഞാനിയോട് കൂടെ നടക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ കർത്താവായ യേശുവിനോട് ചേർന്ന് നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. അവനാണ് ജ്ഞാനം, അവനാണ് നീതി, അവനാണ് വിശുദ്ധി, അവനാണ് സ്നേഹം, സത്യം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ യേശുവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയിൽ ഈ സത്യവും വിശുദ്ധിയും സ്നേഹവും ജീവനും ജ്ഞാനവും നീതിയും ഒക്കെ നിറഞ്ഞു വരും. ആ നിറഞ്ഞു വരുന്ന സംഭവം, അല്ലെങ്കിൽ ആ നിറഞ്ഞു വരുന്ന ജീവൻ, അത് മറ്റുള്ളവരിലേക്ക് വെളിച്ചമായിട്ടൊക്കെ പകരുവാനായിട്ട് ഇടയായിത്തീരും. തുടർന്ന് പറയുന്നു, എൻ്റെ പരിജ്ഞാനത്തിന് മനസ്സു വെക്കുക. അപ്പോൾ ഇത്തരത്തിൽ ജ്ഞാനം നിറയുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ അത് നമ്മളെ പരിജ്ഞാനത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഇത് പ്രവൃത്തി ഭാഗത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവത്തിലേക്ക്. വചനം കേട്ടു, അതനുസരിച്ചു, അത് ജീവനായി, അത് നമ്മളുടെ ജീവിതത്തിൽ പ്രവൃത്തി ഭാഗത്തിലേക്ക് വരുന്ന ഒരു കാലയളവിൽ യേശുവിനെ മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ എന്ത് തിന്നാലും എന്ത് കുടിച്ചാലും എന്ത് ചെയ്താലും കർത്താവിനെന്നോണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ദൃഷ്ടി സേവകളാൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലുള്ള ഒരു പ്രവൃത്തിയല്ല, മറിച്ച് സകലതും കർത്താവിനെന്നോണം ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളായിത്തീരുകയാണ് ചെയ്യുന്നത്. തുറന്നു പറയുന്നു, അവയെ നിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നതും നിന്റെ അധരങ്ങളിൽ അവ ഒക്കെയും ഉറച്ചിരിക്കുന്നതും മനോഹരം. ഉള്ളിൽ സൂക്ഷിക്കണം, അധരങ്ങളിൽ ഉറച്ചിരിക്കണം. ഉള്ളിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. ഉള്ളിൽ ഉറച്ചിരിക്കുന്ന വചനമാണ് അധരങ്ങളിൽ കൂടി പുറത്തോട്ട് വരുന്നത്. അതുകൊണ്ട് വചനം പറയുന്നത്, വചനം ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അപ്പോൾ അത് വസിക്കുവാൻ വേണ്ടിയിട്ട് വിവിധ സാഹചര്യങ്ങളിൽ കൂടി ദൈവം നമ്മളെ നടത്തുമ്പോൾ വചനത്തെ മുറുകെ പിടിക്കണം. അത് നമ്മൾ ജീവനായി, നമ്മളിൽ മാംസം ധരിച്ച് നമ്മളിൽ കൂടി ക്രിസ്തു ഉരുവാകുന്നൊരു അനുഭവത്തിലേക്ക് വളർന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. അതിൻ്റെ അധരങ്ങളിലൊക്കെയും ഉറച്ചിരിക്കുന്നതും മനോഹരം. അപ്പോൾ അധരങ്ങളിൽ ഉറച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണ് വചനം ഇരിക്കുന്നത്, അധരങ്ങളിൽ കൂടിയാണ് അത് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്ന, പൊട്ടച്ചെല്ലും കളിവാക്ക് നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്, സ്തോത്രം അത്ര വേണ്ടത്. ദൈവത്തിൻ്റെ വചനം ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അങ്ങനെ നമ്മൾ ഹൃദയത്തിൽ വസിക്കുന്ന വചനമാണ് ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ നമ്മളിൽ കൂടി, നമ്മുടെ അധരങ്ങളിൽ കൂടി പുറത്തോട്ട് വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നത്, ജീവനായി തീരുന്നത്, മറ്റുള്ളവരെ അവരായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് അവരെ കരം പിടിച്ച് ഉയർത്തുവാനൊക്കെ സഹായിക്കുന്നത് ഈ വചനമാണ്. കർത്താവിൻ്റെ അവൻ വചനം അയച്ച് അവരെ വിടുവിച്ചു, അവരുടെ കുഴികളിൽ നിന്നും അവരെ കയറ്റി എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ വചനം നമ്മളുടെ ജീവിതത്തിൽ ജീവനായി നമ്മൾ വചനം പങ്കുവയ്ക്കുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തി ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവനെ കരം പിടിച്ച് ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിന്റെ അധരങ്ങളിൽ അവ ഒക്കെയും ഉറച്ചിരിക്കുന്ന മനോഹരം. തുറന്നു പറയുന്നത്, നിന്റെ ആശ്രയം യഹോവയിലായിരിക്കേണ്ടതിന് ഞാൻ ഇന്ന് നിന്നോട് തന്നെ ഉപദേശിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആശ്രയം എല്ലായ്പ്പോഴും കർത്താവിലായിരിക്കണം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, മനുഷ്യരൊക്കെ വാക്കുമാറും. ഇന്ന് പ്രഭുക്കന്മാരായിട്ട് തോന്നും, നാളെ അവർ ദരിദ്രരായിട്ട് തീരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ വാക്കുമാറാത്ത കർത്താവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, വാക്കുമാറത്തില്ല, വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. അപ്പോൾ ഈ കർത്താവിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ ആശ്രയം യഹോവയിലായിരിക്കേണ്ടതിന് ഞാൻ ഇന്ന് നിന്നോട് തന്നെ ഉപദേശിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വചനം നമ്മളെ ഉപദേശിക്കും. ഞാൻ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ടത് വഴി കാണിച്ചു തരുമെന്ന് വചനം വ്യക്തമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തും. മാത്രമല്ല, എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഉപദേശിക്കും, ശാസിക്കും, ഉപദേശത്തിനും ശാസനയ്ക്കും നീതിയിൽ അഭ്യസനത്തിനും ഗുണീകരണത്തിനും പ്രയോജനമുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയെ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ഒരുക്കി എടുക്കുവാൻ പ്രയോജനമുള്ളതാണ്. നമ്മളതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ
വചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ളൊരു ജീവിതം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. വചനത്തെ മുറുകെ പിടിച്ച് വചനം സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അനുസരിച്ച് ജീവനായി യേശുവിൻ്റെ അതേ സ്വരൂപത്തിലേക്ക് വളർന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗ്ഗസ്ഥ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, ഞങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ വീതി നീളം ഉയരവും ആഴമൊക്കെ അനുഭവിക്കാനായി ഞങ്ങൾക്ക് നൽകി തരുന്ന അവസരങ്ങൾ, സമയങ്ങൾക്കൊക്കെ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. ശബ്ദങ്ങളിൽ ഓരോ മക്കളെ അനുഗ്രഹിക്കുന്നു. നിന്റെ കൃപയിൽ അവരെല്ലാവരും മറക്കുകയും ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവരെ നടത്തുകയും ചെയ്യണമേ. ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായി തീരട്ടെ. കർത്താവിൻ്റെ ആത്മാവിനെ തന്നെ നയിക്കപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളായി തീരുവാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേക ഭാര്യ ഭർത്തൃബന്ധം പിതാപുത്രനും പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്ന പോലെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കണം. അതിന് തടസ്സം നിൽക്കുന്ന സാത്താൻ കൊണ്ടിട്ടുള്ള എല്ലാ ചിന്തിരിപ്പുകൾ, എല്ലാ കളകൾ, എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളൊക്കെ ശാസിക്കുകയാണ്. അതെല്ലാം മാറിപ്പോട്ടെ. വെളിച്ചവും സുബോധവും ദൈവഭയവും ഒക്കെ ഭവനങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ എല്ലാവരും മറക്കണം. കർത്താവെ, ആവശ്യങ്ങളിൽ കരം കൂടിയിരിക്കണം. വചനത്തോട് ദാഹത്താൽ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യണം. ദുഷ്ടൻ്റെ ഇലപ്പെടാതെ കാക്കണമേ. സർവ്വതീയ ദേവി സമാധാന ക്രിസ്തുയേശുവിൽ ഹൃദയങ്ങളെയും നിലവിളെയും കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.